ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാനിന്നിവിടെ വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഒരു നല്ല ചിരട്ടപ്പുട്ടിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ. ഞാനിവിടെ ഈ കപ്പിന് 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പുട്ടുണ്ടാക്കാൻ. ഞാൻ ഈ കപ്പിന് 1.5 കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചാണ് ഈ മാവ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത്. മാവ് മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ഇരിക്കാൻ. അരിപ്പൊടി മിക്സ് ചെയ്തതിനകത്ത് ഇതുപോലത്തെ കട്ടകളുണ്ട്. ഞാനിത് ഇനി ഒന്ന് മിക്സി ജാറിനകത്തിട്ട് ഒന്ന് കറക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ മിക്സി ജാറിനകത്ത് ഒരു അടി അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരിപ്പൊടി ഒരു 20 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ. അങ്ങനെ നമ്മുടെ നനച്ച് വെച്ച അരിപ്പൊടി നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചിരട്ട എടുക്കുവാണേ. അതിൻ്റെ ബാക്കിൽ ഒരു ഹോൾ കൊടുക്കാൻ പോവുകയാണ്. ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്, ഒരു ഹോൾ ഉണ്ടാക്കി ചിരട്ട ഞാൻ കുക്കറിൻ്റെ മുകളിലോട്ട് അറ്റാച്ച് ചെയ്തേ. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരിയും തേങ്ങാപ്പീര ഇടുക. അത് കഴിഞ്ഞ് ഞാൻ അരിപ്പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണേ. നമ്മൾ അരിപ്പൊടി ഇടുമ്പോൾ സ്പൂണും കൊണ്ട് ഇടാവും, അല്ലേ എല്ലായിടത്തും താഴെ വീഴും. എന്നിട്ട് ഇതിൻ്റെ മേലെ ഇച്ചിരിയും തേങ്ങാപ്പീര പിന്നെയും ഇടുവാണേ. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അങ്ങനെ ഞാനിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച് ഒന്ന് ആവി വന്നോട്ടെ. അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ആവി വരാൻ തുടങ്ങി. ഇനി ഞാനിത് എടുക്കുവാണേ. ഞാൻ എടുത്തേ. ഇനി ഞാൻ ഇത് പ്ലേറ്റിനകത്തോട്ട് ഇടുവാണേ. അങ്ങനെ നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്റ്റീം വന്നു കഴിഞ്ഞാൽ നമ്മളിത് എടുക്കാവേ. ഞാൻ അങ്ങനെ പുട്ടിൻ്റെ മേളിൽ ഇച്ചിരി പഞ്ചസാര ഇടുന്നുണ്ട്. ഇന്ന് ഞാൻ പുട്ടിൻ്റെ കൂടെ മാങ്ങ, പഴുത്ത മാങ്ങയോട് ചേർത്ത് കഴിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ കഴിക്കുന്നത്. ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഞാനിവിടെ പഴവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ഏതാണ് നല്ലതെന്ന് ഞാൻ പറയാം. ഇങ്ങനെ അങ്ങോട്ട് പുട്ടിനകത്ത് മാങ്ങ ഇട്ട് ഇളക്കി പറയാം. ഇങ്ങനെ ഞാൻ ഇളക്കി കഴിച്ചമ്മച്ച് പറയാമേ എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി, സൂപ്പർ. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ കഴിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറയുവാണേ. സൂപ്പർ കോമ്പിനേഷൻ, മാങ്ങയും പുട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.